ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, കോട്ടയം. കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. നമസ്കാരം, ഞാൻ അദ്വൈത്. പ്രധാന വാർത്തകൾ. കോടിമത പഴയ പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഇടിഞ്ഞു താഴ്ന്നു. വാഹനയാത്രക്കാർ ദുരിതത്തിൽ. അപകടാവസ്ഥ നേരിൽ കണ്ട സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പഴയടം കോസ്വേയിൽ മാലിന്യമടിയുന്നു. ജലാശയത്തിൽ നിറയെ പ്ലാസ്റ്റിക് മാലിന്യവും മരത്തടികളും. പ്രദേശമാകെ പോള നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടു. കുരുന്നുകൾക്ക് വേറിട്ട അനുഭവമായി മഴയഴക് പുഴയഴക് യാത്ര. ഇളംകുളം ശാസ്താ ദേവസ്വം സ്കൂളിന്റെ പഠനയാത്ര ഒരു വർഷം നീളും. കോട്ടയം BCM കോളേജിന് സ്വയംഭരണ പദവി. ഉദ്ഘാടനം ചൊവ്വാഴ്ച. സ്വതന്ത്രമായി പുതിയ പ്രോഗ്രാമുകളും കോഴ്സുകളും രൂപപ്പെടുത്താൻ പുതിയ പദവി സഹായകരം. വാർത്തകൾ വിശദമായി. കോടിമത പഴയ പാലത്തിലെ അപ്രോച്ച് റോഡ് ഇടിഞ്ഞു താഴ്ന്നു. അപകടാവസ്ഥ നേരിൽ കാണുന്നതിന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്ഥലം സന്ദർശിച്ചു. എത്രയും വേഗം അപകടാവസ്ഥ ഒഴിവാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കോട്ടയം കോടിമത പഴയ പാലത്തിലെ അപ്രോച്ച് റോഡിന്റെ അപകടാവസ്ഥ നേരിൽ കണ്ട് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റോഡിന്റെ തെക്കുഭാഗത്തെ അപ്രോച്ച് റോഡ് വലിയ തോതിൽ ഇടിഞ്ഞു താണിരുന്നു. ഇതേ തുടർന്നാണ് തിരുവഞ്ചൂർ സ്ഥലം സന്ദർശിച്ചത്. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. അപ്രോച്ച് റോഡ് താഴ്ന്നത് ഇരുചക്ര വാഹന യാത്രക്കാരെ ഭീതിയിലാക്കിയിരുന്നു. ഈ ഭാഗം പ്രശ്നം പരിഹരിച്ച് അപകടാവസ്ഥ ഒഴിവാക്കണമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സ്പീക്കർ നിർദ്ദേശം നൽകി. ഉടൻ തന്നെ റോഡ് ഉയർത്തി നിരപ്പാക്കി ടാർ ചെയ്യണമെന്ന് ദേശീയപാത അതോറിറ്റിയോട് നിർദ്ദേശിച്ചു. ADM ലിറ്റി ജോസഫ്, ബ്രിഡ്ജസ് റോഡ്സ് വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരും സ്ഥലം സന്ദർശിക്കാൻ സ്പീക്കർക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മഴക്കാലം തുടങ്ങിയതോടെ മണിമല പഴയടം കോസ്വേയിൽ വൻതോതിൽ മാലിന്യമടിയുന്നു. മണിമലയാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പാലത്തിൽ മാലിന്യവും വൻ മരങ്ങളും വന്നടിയുന്നതിനോടൊപ്പം തന്നെ മീറ്ററുകൾ ദൂരത്തിൽ പോള അടിഞ്ഞിരിക്കുന്നതും നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്നുണ്ട്. മഴക്കാലം എത്തിയതോടെ മണിമല പഴയടംകാരുടെ ദുരിതവും തുടങ്ങി. പഴയടം കോസ്വേയിൽ വൻതോതിൽ മാലിന്യം അടിയുന്നതിനൊപ്പം പോളയും നിറഞ്ഞിരിക്കുന്നത് നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്നു. മണിമലയാറ്റിൽ വ്യാപകമായി തള്ളുന്ന മാലിന്യം മഴവെള്ളം എത്തുന്നതോടെ പഴയടം പാലത്തിൽ അടിയുകയാണ് പതിവ്. മാലിന്യത്തോടൊപ്പം ആറ്റിലൂടെ ഒഴുകിയെത്തുന്ന വൻമരങ്ങളും ഇവിടെയാണ് തടയുന്നത്. എല്ലാ വർഷവും മാലിന്യ പ്രശ്നത്തിന് പരിഹാരം തേടി നാട്ടുകാർ പഞ്ചായത്തുകൾ തോറും കയറിയിറങ്ങുന്നതല്ലാതെ ഇനിയും പരിഹാരമുണ്ടായിട്ടില്ല. ചിറക്കടവ്, എരുമേലി, മണിമല പഞ്ചായത്തുകളുടെ അതിർത്തിയിലാണ് പാലം എന്നതിനാൽ ഇതിന്റെ സംരക്ഷണ ചുമതലയും ഈ പഞ്ചായത്തുകൾക്കാണ്. പാലത്തിന് ഉയരം കൂട്ടി പുതുക്കി പണിതാൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകൂ. മാലിന്യത്തോടൊപ്പം പുതുവെള്ളം എത്തിയതോടെ മീറ്ററുകൾ ദൂരത്തിൽ പോള നിറഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്കും തടസ്സപ്പെട്ടു. കൂടാതെ പോള ചീഞ്ഞ നാറ്റവും. ദുർഗന്ധം സഹിക്കവയ്യാതെ നാട്ടുകാർ തന്നെ മുൻകൈയെടുത്ത് JCB ഉപയോഗിച്ച് പോള വാരി മാറ്റുകയാണ് പതിവ്. മുൻ വർഷങ്ങളിൽ പാലത്തിന്റെ കൈവരികൾ പൂർണ്ണമായി തകർന്നിരുന്നു. വെള്ളപ്പൊക്ക സമയത്ത് ഊരിമാറ്റാവുന്ന കൈവരികൾ സ്ഥാപിച്ചതാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഏക നടപടി. വീതി കുറഞ്ഞ പാലത്തിലൂടെ കൈവരികൾ കൂടിയില്ലെങ്കിൽ യാത്ര ഏറെ അപകടകരവുമാണ്. എത്രയും വേഗം പാലം ഉയർത്തി പുനർനിർമ്മാണം നടത്തുകയോ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണുകയോ വേണമെന്ന് പ്രദേശവാസികൾ ശക്തമായി ആവശ്യപ്പെടുന്നു. പാലത്തിലെ കൂടുതലുണ്ട്. അപ്പോൾ ഈ തൂണുകൾ കൂടുതലുള്ളതുകൊണ്ട് അവിടെ വന്ന് കമ്പുകൾ അടിക്കുകയും അതേ തട്ടി ഈ പായലും മറ്റ് നാട്ടിലുള്ള വേസ്റ്റ് മുഴുവൻ പ്ലാസ്റ്റിക് ഇത് മുഴുവൻ വന്ന് അടിയുകയാണ്. ഇത് പിന്നെ വാരി മാറ്റാനോ എടുക്കാനോ ഒന്നും ഒരു സംവിധാനമില്ല. അടിയന്തരമായിട്ട് നമുക്കിപ്പോൾ പറയുവാണെങ്കിൽ ഈ പാലത്തിന് പൊക്കം കുറവാണ്. എന്നും വെള്ളം കയറും മഴക്കാലമായ. ഈ പാലം പൊളിച്ച് മാറ്റിയിട്ട് ഇവിടെ പുതിയ പാലം വന്നാലേ ഇതിന് ശാശ്വത പരിഹാരമാകും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കുരുന്നുകൾക്ക് വേറിട്ട അനുഭവമായി മഴയഴക് പുഴയഴക് പ്രകൃതി പഠനയാത്ര. ഇളംകുളം ശാസ്താ ദേവസ്വം LPG സ്കൂളിന്റെ നേതൃത്വത്തിലാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പഠനയാത്ര സംഘടിപ്പിച്ചത്. മഴയെയും ജലാശയങ്ങളെയും പരിചയപ്പെടുക എന്ന ലക്ഷ്യത്തോടെ ഇളംകുളം ശാസ്താ ദേവസ്വം KV LPG സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ മഴയഴക് പുഴയഴക് പ്രകൃതി പഠന യാത്രയ്ക്ക് പരിസ്ഥിതി ദിനത്തിൽ തുടക്കം കുറിച്ചു. മീനച്ചിലാറിന്റെയും കൈവഴികളുടെയും വൃഷ്ടിപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പഠനം നടക്കുക. കിടങ്ങൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള കുളിപ്പുര മാളിക, ചെക്ക് ഡാം, സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ജലനിരപ്പ് സ്കെയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശം എന്നിവിടങ്ങളിലാണ് സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥികൾ സന്ദർശനം നടത്തിയത്. മീനച്ചില സംരക്ഷണ സമിതി പ്രവർത്തകനും റിട്ടയേർഡ് പ്രിൻസിപ്പലുമായ ഡോക്ടർ S. രാമചന്ദ്രൻ കുട്ടികളുമായി സംവദിച്ചു. കാഞ്ഞിരപ്പള്ളി, മീനച്ചിൽ താലൂക്കുകളിലെ ജലവിഭവങ്ങളുടെ സംരക്ഷണം, ജൈവ വൈവിധ്യം, മലിനീകരണം, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, കലാ സാംസ്കാരിക കേന്ദ്രങ്ങൾ തുടങ്ങിയവ പഠനത്തിന്റെ ഭാഗമായി സന്ദർശിക്കും. പ്രഥമാധ്യാപകൻ അഭിലാഷ് S, അധ്യാപകനായ അർജുൻ പ്രഹ്ലാദ് എന്നിവർ പഠനത്തിന് നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പങ്ങട SH സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. ഇതോടനുബന്ധിച്ച് കൂട്ടുകാരുടെ ഒരു സ്നേഹസമ്മാനം പദ്ധതി പ്രകാരം കുട്ടികൾ കൊണ്ടുവന്ന വൃക്ഷത്തൈകൾ പരസ്പരം കൈമാറി. പങ്ങട SH ഹൈസ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. സ്കൂൾ നേച്ചർ ക്ലബിന്റെയും സയൻസ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ നടന്ന യോഗത്തിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് മെർലി ഫിലിപ്പ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. എബെ ലജുവായി പരിസ്ഥിതി ദിന ചിന്തകൾ പങ്കുവച്ചു. ഏഞ്ചൽ മരിയ പരിസ്ഥിതി ദിന പ്രതിജ്ഞയും സ്കൂൾ ഗായക സംഘം പരിസ്ഥിതി ദിന ഗാനവും ആലപിച്ചു.
യോഗത്തിന് ശേഷം വിവിധ ക്ലബ്ബുകളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ സ്കൂൾ പരിസരത്ത് വൃക്ഷത്തൈകൾ നട്ടു. കൂട്ടുകാരനൊരു സ്നേഹസമ്മാനം പദ്ധതി പ്രകാരം കുട്ടികൾ കൊണ്ടുവന്ന വൃക്ഷത്തൈകൾ പരസ്പരം കൈമാറി. പോസ്റ്റർ നിർമ്മാണം, പ്ലക്കാർഡ് നിർമ്മാണം എന്നീ പ്രവർത്തനങ്ങളും നടത്തി. റാണി ജോൺ, മെർലിൻ രാജൻ, തോമസ് കുട്ടി MR എന്നിവർ പരിസ്ഥിതി ദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മാലിന്യം തള്ളൽ കേന്ദ്രമായിരുന്ന ഒരു റോഡരികിനെ മനോഹരമായ ഉദ്യാനമാക്കി മാറ്റിയിരിക്കുകയാണ് പാലാ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി. പാലാ ഏറ്റുമാനൂർ ഹൈവേയിൽ മുത്തോലി പഞ്ചായത്തിൽ 1 കിലോമീറ്ററോളം ദൂരത്ത് വിരിഞ്ഞു നിൽക്കുന്ന മഞ്ഞക്കോളാമ്പിപ്പൂക്കളും അലങ്കാര ചെടികളും ഇന്ന് യാത്രക്കാരുടെ മനം കവരുന്നു. ഒരു വശത്ത് തെളിനീരൊഴുകുന്ന മീനച്ചിലാറും മറുവശത്ത് പാലാ ഏറ്റുമാനൂർ ഹൈവേയും. ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മുത്തോലി പഞ്ചായത്തിലെ ഇന്ത്യ റബ്ബർ ഫാക്ടറിക്ക് സമീപം അപൂർവമായ പ്രകൃതി ഭംഗി ആസ്വദിക്കാം. ഒരു കാലത്ത് മാലിന്യങ്ങൾ തള്ളുന്ന സ്ഥലമായിരുന്ന റോഡിന്റെ ഇരുവശങ്ങളും ഇന്ന് പൂന്തോട്ടമായി മാറിക്കഴിഞ്ഞു. നിരയായി വിരിഞ്ഞു നിൽക്കുന്ന മഞ്ഞക്കൊള്ളാമ്പിപ്പൂക്കളും വിവിധ രൂപങ്ങളിൽ വെട്ടി നിർത്തിയ അലങ്കാര ചെടികളും പച്ച പുൽത്തടികളും ചേർന്ന് പ്രദേശത്തെ ഒരു ഉദ്യാനമാക്കി മാറ്റിയിരിക്കുന്നു. പാലാ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ ബ്ലോക്ക് റബ്ബർ ഫാക്ടറിക്ക് സമീപമുള്ള ഈ പ്രദേശം സൗന്ദര്യവൽക്കരണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് സൊസൈറ്റിയുടെ മുൻ പ്രസിഡന്റും സെന്റ് തോമസ് കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറുമായിരുന്ന KK എബ്രാഹിമാണ്. ഫാക്ടറികളുമായി ബന്ധപ്പെട്ട മലിനീകരണ ആശങ്കകൾക്ക് പരിഹാരമെന്ന നിലയിലും വഴിയാത്രക്കാർ മാലിന്യം തള്ളുന്നത് തടയുന്നതിനുമായിട്ടാണ് റോഡരികിൽ ഹരിതാഭമാക്കുവാൻ സൊസൈറ്റി തീരുമാനിച്ചത്. ഇതിനായി പ്രത്യേക ജീവനക്കാരെ ചുമതലപ്പെടുത്തുകയും കോളാമ്പിച്ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. വലിയ പരിചരണമൊന്നും ആവശ്യമില്ലാത്ത കോളാമ്പിച്ചെടികൾ വർഷം മുഴുവൻ ആകർഷകമായ പൂക്കൾ നൽകി. ആദ്യകാലത്ത് സാമൂഹ്യ വിരുദ്ധരുടെ നശീകരണ പ്രവർത്തനങ്ങൾ വെല്ലുവിളിയായിരുന്നെങ്കിലും സൊസൈറ്റി പിന്മാറിയില്ല. വീണ്ടും ചെടികൾ നട്ടുപിടിപ്പിച്ചു. പിന്നീട് പ്രദേശവാസികളും ഈ സംരംഭത്തിന്റെ ഭാഗമാവുകയായിരുന്നു. ഇന്ന് റോഡരികിലെ പൂന്തോട്ടത്തിന്റെ പരിപാലനത്തിന് മുഴുവൻ സമയ തോട്ടക്കാരനെയും പ്രത്യേക ഉപകരണങ്ങളും സൊസൈറ്റി ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളിൽ സമീപവാസികളുടെ സഹകരണവും ശ്രദ്ധേയമാണ്. ഈ മനോഹര കാഴ്ചയുടെ പിന്നിൽ ഒരു പതിറ്റാണ്ടിലേറെയായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന സൊസൈറ്റി ജീവനക്കാരനായ ജോസഫും രാജപ്പനുമുണ്ട്. മുത്തോലി റോഡിനെ ഹരിതസുന്ദരമാക്കി മാറ്റിയ ഇവർക്ക് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും വക ഒരു വലിയ സല്യൂട്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. ഇതോടൊപ്പം ഔഷധത്തോട്ടവും ഉദ്ഘാടനം ചെയ്തു. പാലാ KM മാണി മെമ്മോറിയൽ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ പരിസ്ഥിതി ദിനാചരണവും പുതിയതായി നിർമ്മിച്ച ഔഷധത്തോട്ടത്തിന്റെ ഉദ്ഘാടനവും നടന്നു. ആശുപത്രി നവീകരണത്തിന്റെ ഭാഗമായാണ് ഔഷധത്തോട്ടം പുതിയ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചത്. പരിസ്ഥിതി ദിനാചരണവും ഔഷധത്തോട്ടത്തിന്റെ ഉദ്ഘാടനവും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അഭിലാഷ് നിർവഹിച്ചു. ആശുപത്രി RMO ഡോക്ടർ രേഷ്മ സുരേഷ്, ഡോക്ടർ രാജേഷ്, നഴ്സിംഗ് സൂപ്രണ്ട് ഷീന ജോർജ്, HIC നഴ്സിംഗ് ഓഫീസർ അമ്പിളി ജെയിംസ്, PRO സുനിത വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം BCM കോളേജിന് ലഭിച്ച സ്വയംഭരണ പദവിയുടെ ഉദ്ഘാടനം ജൂൺ 9 നടക്കും. രാവിലെ 10 മണിക്ക് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ, ഫ്രാൻസിസ് ജോർജ് MP, കോട്ടയം അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ മാത്യു മുലക്കാട്ട് തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് കോളേജ് ഭാരവാഹികൾ കോട്ടയം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്വതന്ത്രമായി പുതിയ പ്രോഗ്രാമുകളും കോഴ്സുകളും രൂപപ്പെടുത്തുന്നതിനും പരീക്ഷാ മൂല്യനിർണ്ണയ സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നതിനും മികച്ച പഠനാനുഭവം ഉറപ്പാക്കാനും ഓട്ടോണമസ് പദവി ഉപകരിക്കും. കോളേജ് മാനേജർ ഫാദർ എബ്രഹാം പറമ്പേട്ട്, പ്രിൻസിപ്പൽ പ്രൊഫസർ തോമസ് KV തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വരുന്ന 9-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് BCM കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തപ്പെടുക. നമ്മുടെ ബഹുമാന്യനായ കേരള നിയമസഭയുടെ സ്പീക്കർ തിരുവഞ്ചൂർ സാറാണ് ഔദ്യോഗികമായി ഉദ്ഘാടന കർമ്മം നടത്തുക. അപ്പോൾ അതോടനുബന്ധിച്ച് നമ്മൾ ഈവനിങ് അക്കാഡമി കോളേജിൽ ആരംഭിക്കുന്നുണ്ട് ഈ വർഷം മുതൽ. അതിൻ്റെ ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും നടത്തുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ സാറാണ്. അതിരൂപത അധ്യക്ഷൻ മാർ മാത്യു മുലക്കാട്ട് പിതാവായിരിക്കും യോഗത്തിന്റെ അധ്യക്ഷൻ. മറ്റ് 2 സഹായ മെത്രാന്മാരും അതുപോലെ തന്നെ കോട്ടയത്തിന്റെ MP ഫ്രാൻസിസ് ജോർജും അതുപോലെ സിൻഡിക്കേറ്റ് MG യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പർമാർ ഉൾപ്പെടെ സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ രംഗത്തുള്ള പലരും പലരുടെയും സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോടിമത പഴയ പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഇടിഞ്ഞു താഴ്ന്നു. വാഹനയാത്രക്കാർ ദുരിതത്തിൽ. അപകടാവസ്ഥ നേരിൽ കണ്ട സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പഴയടം കോസ്വേയിൽ മാലിന്യമടിയുന്നു. ജലാശയത്തിൽ നിറയെ പ്ലാസ്റ്റിക് മാലിന്യവും മരത്തടികളും. പ്രദേശമാകെ പോള നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടു. കുരുന്നുകൾക്ക് വേറിട്ട അനുഭവമായി മഴയഴക് പുഴയഴക് യാത്ര. ഇളംകുളം ശാസ്താ ദേവസ്വം സ്കൂളിന്റെ പഠനയാത്ര 1 വർഷം നീളും. കോട്ടയം BCM കോളേജിന് സ്വയംഭരണ പദവി. ഉദ്ഘാടനം ചൊവ്വാഴ്ച. സ്വതന്ത്രമായി പുതിയ പ്രോഗ്രാമുകളും കോഴ്സുകളും രൂപപ്പെടുത്താൻ പുതിയ പദവി സഹായകരം. ഈ ബുള്ളറ്റിനോടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.